ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ഒരു ഓവർവ്യൂ, പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ്, അത് ഫേസ് ചെയ്യുന്ന റിസ്ക്സ്, അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ക്ലൗഡ് മോഡലിനെ കുറിച്ചാണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മെയിൻലി 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പബ്ലിക് ക്ലൗഡ് മോഡൽ, പ്രൈവറ്റ് ക്ലൗഡ് മോഡൽ, ഹൈബ്രിഡ് ക്ലൗഡ് മോഡൽ, കമ്മ്യൂണിറ്റി ക്ലൗഡ് മോഡൽ. അപ്പം നമുക്കിവിടെ പബ്ലിക് ക്ലൗഡ് മോഡൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ജനറൽ പബ്ലിക്കിന് എളുപ്പത്തിൽ സിസ്റ്റത്തിനെയും സർവീസുകളെയും ആക്സസിബിൾ ചെയ്യാൻ സാധിക്കും ഈ പബ്ലിക് ക്ലൗഡ് ഉപയോഗിച്ചിട്ട്. ഈ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലത്തെ IT ജയൻസ് ഇല്ലേ, ഇവ ക്ലൗഡ് സർവീസസുകളെ ഇൻ്റർനെറ്റിലൂടെ ഓഫർ ചെയ്യുന്നു. ഒരു പബ്ലിക് ക്ലൗഡ് മോഡലിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ട് സർവീസുകളുണ്ട്, മെസ്സേജ് സർവീസുകളുണ്ട്, ആപ്ലിക്കേഷൻ സർവീസസ്, പ്ലാറ്റ്ഫോം സർവീസസ്, സ്റ്റോറേജ് സർവീസസ്, ഇവയൊക്കെ ക്ലൗഡിലുണ്ട്. അപ്പോൾ യൂസർ എ, യൂസർ ബി, യൂസർ സി, യൂസർ ഡി അങ്ങനെ കുറേ യൂസേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് ഉണ്ട്. അവർ ഇവയൊക്കെ ആക്സസ് ചെയ്യുന്നു പബ്ലിക്കലി. അപ്പോൾ ഇനി ഒരു ക്ലൗഡിന് നമ്മൾ പബ്ലിക് ക്ലൗഡ് മോഡലായിട്ട് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആകും, റിലയബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ലൊക്കേഷൻ ഇൻഡിപെൻഡൻസ്, യൂട്ടിലിറ്റി സ്റ്റൈൽ കോസ്റ്റിംഗ്, ഹൈ സ്കേലബിലിറ്റി എന്നൊക്കെയുള്ള ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ് എഫക്റ്റീവ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പബ്ലിക് ക്ലൗഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അവർ സെയിം റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നു. ഇതിനെ ഇൻഎക്സ്പെൻസീവ് ആക്കുന്നു. റിലയബിലിറ്റി. ഇവിടെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് റിസോഴ്സുകളെ എംപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു റിസോഴ്സ് ഫെയിൽ ആയാൽ പോലും പബ്ലിക് ക്ലൗഡിനും മറ്റൊന്നിനെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി. പ്രൈവറ്റ് ക്ലൗഡുമായിട്ട് സ്മൂത്ത്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇത് കസ്റ്റമേഴ്സിന് ഒരു ഫ്ലെക്സിബിൾ അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് ലൊക്കേഷൻ ഇൻഡിപെൻഡൻസ്. ഈ പബ്ലിക് ക്ലൗഡ് സർവീസുകളൊക്കെ ഡെലിവർ ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. ഇങ്ങനെ ലൊക്കേഷൻ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് യൂട്ടിലിറ്റി സ്റ്റൈൽ കോസ്റ്റിംഗ്. പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത് പേ പെർ യൂസ് മോഡൽ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് കസ്റ്റമേഴ്സിന് റിസോഴ്സുകളെ വേണ്ടത് അപ്പോഴൊക്കെ ഇതൊക്കെ ആക്സസിബിൾ ആണ്. അടുത്തതാണ് ഹൈ സ്കേലബിലിറ്റി. അപ്പോൾ കുറേ പൂൾ ഓഫ് റിസോഴ്സുകളുണ്ട്. ആ പൂൾ ഓഫ് റിസോഴ്സുകളിൽ നിന്നും നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ക്ലൗഡ് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ എണ്ണം കൂടുമ്പം അല്ലെങ്കിൽ കുറയുമ്പം അവരുടെ റിക്വയർമെൻറ്റ്സ് ഇതിന് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇനി എന്തൊക്കെയാണ് ഈ പബ്ലിക് ക്ലൗഡ് മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ലോ സെക്യൂരിറ്റി. പബ്ലിക് ക്ലൗഡ് മോഡലിൽ ഡേറ്റാസ് ഓഫ് സൈറ്റിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല റിസോഴ്സുകളെല്ലാം പബ്ലിക്കലിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ ലെവൽ ഓഫ് സെക്യൂരിറ്റി ഇവിടെ എൻഷുർ ചെയ്യുകയില്ല. ലെസ് കസ്റ്റമൈസബിൾ. പ്രൈവറ്റ് ക്ലൗഡിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവ ലെസ് കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് ക്ലൗഡ് മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ പബ്ലിക് ക്ലൗഡ് മോഡലിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.